ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ദിജേഷ് ദിനേശൻ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്ന കാര്യം നമ്മുടെ പുതിയ സർക്കാരിൻ്റെ അധികാരത്തിലേറിയിട്ടുള്ള ആദ്യത്തെ ഒരു ബജറ്റ് അവതരണം നടന്നിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ പുതിയ സർക്കാരിൻ്റെ ബജറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പുതിയ ബജറ്റിലെ ജനപ്രിയമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്, പുതിയ പദ്ധതികൾക്ക് എന്തൊക്കെയാണ് നീക്കി വെച്ചിരിക്കുന്നത്, എത്ര തുക വകയിരുത്തി വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ 2026 പുതിയ സർക്കാരിന്റെ UDF സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റാണ്. നോക്കാം, പുതിയ സർക്കാരിന്റെ ആദ്യത്തെ ജനപ്രിയമായ ഒരു ബജറ്റാണ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ആ ഒരു ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ക്ഷേമ പദ്ധതികളും അടിസ്ഥാന സൗകര്യങ്ങളും വികസനത്തിനൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടിട്ടുള്ള ഒരു ആദ്യത്തെ ബജറ്റാണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആരോഗ്യ മേഖലയാണ് ഒന്നാമതായിട്ട് പറയുന്നത്. ആരോഗ്യ മേഖലയിൽ നമുക്കറിയാലേ, ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് കെ മുരളീധരൻ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രിയാണ്. അദ്ദേഹം ദേവസ്വം മന്ത്രി കൂടിയാണ്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ശരി, ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാന്ന് പറഞ്ഞു? നമ്മുടെ ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ, വി ഡി സതീശൻ, അദ്ദേഹം തന്നെയാണ് നമ്മുടെ ധനകാര്യമന്ത്രി. അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു ബജറ്റ് ആയിരുന്നു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, മുൻ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റിൽ പറയാനുള്ളത്. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റില് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നു, പുതിയ 2 മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുമുണ്ട്. ഒന്ന് ആലപ്പുഴയിലും ഒന്ന് തിരുവനന്തപുരത്തുമാണ്. തിരുവനന്തപുരത്ത് രണ്ടാമത്തെ ഒരു മെഡിക്കൽ കോളേജാണ് അല്ലെ. അപ്പൊ ആലപ്പുഴയിലും തിരുവനന്തപുരത്തും പുതിയ മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ ഒരു പ്രത്യേകത. ദെൻ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങളാണ്. ഇനി തൊഴിലും സ്റ്റാർട്ടപ്പുകളും അല്ലെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് തൊഴിലവസരങ്ങൾ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളുടെ പ്രോത്സാഹനമൊക്കെ. എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ജെൻസി സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ പേരിൽ, അതായത് വനിതകൾ ഉൾപ്പെടെയുള്ളവരുടെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കായി 50 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. എത്രയാണ്? 50 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. എന്താണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ? എന്താണ്? ആഗോള തൊഴിൽ വിപണിയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ, ആഗോള തൊഴിൽ വിപണിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അത് നിരീക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ എന്തൊക്കെ നടപ്പാക്കാം അല്ലെ. അങ്ങനെ ആഗോള തൊഴിൽ വിപണിയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാനും അതിനനുസരിച്ച് കേരളത്തിലെ ഡിഗ്രി സ്കിൽ കോഴ്സുകൾ പരിഷ്കരിക്കാനും ഒരു സ്ഥിര സമിതിയെ രൂപീകരിക്കും. അതാണ് അടുത്തൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോൺ അല്ലെ. യുവാക്കൾക്കായി ആഗോള തൊഴിൽ വിപണി നിരീക്ഷിക്കാൻ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. എന്താണ്? ആഗോള തൊഴിൽ വിപണി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ രൂപീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ട്? തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി വ്യവസായം ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന്, വ്യവസായം ഒരു നാടിന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് വ്യവസായം. അപ്പോൾ വ്യവസായത്തിന് വേണ്ടി ബജറ്റിൽ നീക്കിവെക്കുന്ന ഓരോ തുകയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നോക്കാം നമുക്ക്. ആരായിരുന്നു നമ്മുടെ വ്യവസായ മന്ത്രി? എന്ത് അല്ലെ, പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ അദ്ദേഹം സീനിയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. അദ്ദേഹമാണ് നമ്മുടെ വ്യവസായ മന്ത്രി. ദെൻ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് കേരള സെൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. എന്താണ്? അനാവശ്യമായ ചുവപ്പ് നാടകൾ ഒഴിവാക്കി പുതിയ നിക്ഷേപങ്ങൾ സുഗമമാക്കാൻ ഡാറ്റ അധിഷ്ഠിത സെല്ലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൗൺസിലും രൂപീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ MSME അല്ലെ, MSME വളർച്ചയാണ് അടുത്തതായിട്ട് പറയുന്നത്. വ്യവസായവുമായി ബന്ധപ്പെട്ട് എന്താണ്? സംസ്ഥാനത്ത് ഉടനടി തന്നെ 10,000 ചെറുകിട ഇടത്തര സംരംഭങ്ങൾ MSME ആരംഭിച്ച് പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തും അല്ലെ. കേരളം വികസിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? പ്രാദേശികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം, ഒരു അടിത്തറ ഉണ്ടായിരിക്കണം, അതൊന്ന് ശക്തിപ്പെടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എപ്പോഴും പ്രാദേശിക സമ്പദ് വ്യവസ്ഥ വികസിക്കണമെങ്കിൽ എന്ത് വേണം? ചെറുകിട വ്യവസായങ്ങളും ഇടത്തരം സംരംഭങ്ങളും ഒക്കെ ഉണ്ടാകണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതൊന്ന് ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. മിഷൻ സമുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് പറയും അല്ലെ. മിഷൻ സമുദ്ര തീരദേശ വികസനത്തിനും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനുമായി വിഭാവനം ചെയ്ത ഒരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ്? മിഷൻ സമുദ്ര. അപ്പൊ തുറമുഖ വകുപ്പും ആരുടെ കയ്യിൽ തന്നെയാണ്? അതും ധനകാര്യമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, അടുത്തായിട്ട് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഷംസുദ്ദീൻ അദ്ദേഹമാണ് വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നോളജ് വാലി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബ് 100 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ്.
ഏതാണ്? നോളജ് വാലി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബ്. കേരളത്തിലെ അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. 100 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. ദേശീയ സർവകലാശാലകളെ ആകർഷിക്കാൻ പ്രത്യേക നിയമനിർമ്മാണവും സ്വകാര്യ സർവകലാശാല ബില്ലിൽ ഭേദഗതിയും വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു പദ്ധതിയും കൂടിയുണ്ട് അല്ലെ. കോളേജ് വിദ്യാർത്ഥിനികൾക്ക്, പെൺകുട്ടികൾക്കാണ്, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡ് നൽകുന്ന ഒരു പരിപാടിയാണ് അല്ലെ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് പദ്ധതി ഒരു രൂപരേഖ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ളതല്ല, തുടക്കമാണ് അല്ലെ. ആദ്യത്തെ ബഡ്ജറ്റ് ആയതുകൊണ്ട് ഓരോന്നും അതിനുശേഷം വരുന്നതായിരിക്കും. ആന്റി റാഗിങ് സെല്ല് അല്ലെ, റാഗിങ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കോളേജുകളിലൊക്കെ കേൾക്കുന്നത്. അപ്പൊ ആന്റി റാഗിങ് സെല്ല്, അന്തരിച്ച വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥന്റെ പേരിൽ ക്യാമ്പസുകളിൽ ശക്തമായ ആന്റി റാഗിങ് സെല്ലുകൾ രൂപീകരിക്കും എന്നും കൂടി ആ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനമുണ്ട്. ഇനി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്, സിനിമാ മേഖല വലിയൊരു വ്യവസായമാണ് സിനിമാ വ്യവസായം എന്ന് പറയുന്നത്. കൊച്ചി ഫിലിം സൊസൈറ്റി, മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിന്റെ സ്മരണാർത്ഥം കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഫിലിം സിറ്റി രൂപീകരിക്കും അല്ലെങ്കിൽ സ്ഥാപിക്കും. ദെൻ ജോൺസൺ മാസ്റ്റർ അല്ലെ, ജോൺസൺ മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സംഗീത സംവിധായകനായിട്ടുള്ള ജോൺസൺ മാസ്റ്റർ മ്യൂസിക് അക്കാദമി അത് എഴുതുന്നത് തൃശ്ശൂരിലെ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് 50 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ദെൻ MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക് അല്ലെ, ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ എഴുത്തുകാരനായിരുന്നു MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിൽ പുതിയ സാംസ്കാരിക പാർക്കാണ് ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ സലീം കുമാർ, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നടനായിട്ടുള്ള സലീം കുമാറിന്റെ പേരിൽ അദ്ദേഹത്തിന് വേണ്ടി എറണാകുളത്ത് ഒരു സ്മാരകം നിർമ്മിക്കാനുള്ള ഒരു പ്രഖ്യാപനവും ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. കാർഷിക പരിസ്ഥിതി മേഖലകൾ അല്ലെ, കാർഷിക പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്? ഭൂപരിഷ്കരണം 2.0 എന്ന് പറയുന്ന ഒരു പദ്ധതി. എന്താണത്? തരിശു ഭൂമികൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായി സമഗ്ര ഭൂവിനിയോഗ നയവും ഡിജിറ്റൽ ലാൻഡ് ബാങ്കും സ്ഥാപിക്കും. ഡിജിറ്റൽ ലാൻഡ് ബാങ്ക്, തരിശു ഭൂമികൾ വെറുതെ കിടക്കുകയാണ്, അതിൽ കൃഷി ഇറക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. റബ്ബർ തറവില വർദ്ധിപ്പിച്ചു. റബ്ബർ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമാണ് റബ്ബർ അല്ലെ. അപ്പൊ റബ്ബർ തറവില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റബ്ബറിന്റെ കുറഞ്ഞ തറവില കിലോഗ്രാമിന് 250 രൂപ അല്ലെ, 250 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. കൃഷി സഖി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി, കാർഷിക മേഖലയിലെ സ്ത്രീ ശാക്തീകരണത്തിനായി ഈ പദ്ധതി നടപ്പിലാക്കും. കൃഷി സഖി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി കാർഷിക പരിസ്ഥിതി മേഖലയിൽ തന്നെ കാർബൺ ന്യൂട്രൽ കേരളം 2050 കൂടിയിട്ട് പൂർത്തീകരിക്കാവുന്ന ഒരു പദ്ധതിയാണ് അത്. കാർബൺ ന്യൂട്രൽ കേരളം എന്ന് പറയുന്നത് 2050 കേരളത്തിൽ പൂർണ്ണമായും കാർബൺ രഹിത സംസ്ഥാനമാക്കി മാറ്റാനുള്ള ഒരു ദീർഘകാല പദ്ധതി കൂടിയാണ്. 2050 കാർബൺ ഫാമിംഗ് രീതികളും പ്രോത്സാഹിപ്പിക്കുമെന്നാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വളരെ ജനകീയമായതും വളരെ വിശദീകരിച്ചതുമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് കൂടി തന്നെയാണ്. നികുതി മാറ്റങ്ങളും വരുമാന മാർഗങ്ങളും. ഇനി അടുത്തത് ഗവൺമെന്റിന് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ഒന്നാണ് ഇത് നികുതി എന്ന് പറയുന്നത് അല്ലെ. നികുതിയിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഇലക്ട്രിക് വാഹനങ്ങൾ, അതായത് EV വെഹിക്കിൾസ് അല്ലെ, ഇലക്ട്രോണിക് വെഹിക്കിൾസ്, പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇലക്ട്രിക് കാറുകളുടെ റോഡ് നികുതി കുറച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചിട്ടുണ്ട്. മദ്യവില വർധനവ്, വിദേശ മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ചു. കുറഞ്ഞ അളവിൽ ആൽക്കഹോൾ ഉള്ള പാനീയങ്ങൾക്ക്, ലോ ആൽക്കഹോളിക് ബീവറേജസിന് പുതിയ നികുതി സ്ലാബും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മേഖലയും ഒന്ന് സ്പർശിച്ചു കൊണ്ടുപോകുന്ന ഒരു ബഡ്ജറ്റ് ആയിരുന്നു. നികുതി മാറ്റങ്ങളും വരുമാന മാർഗങ്ങളും. മുദ്രപത്രത്തിന്റെ കാര്യത്തിൽ ഇളവ് വന്നിട്ടുണ്ട്. അണ്ടർ വാല്യുവേഷൻ കേസുകൾ തീർപ്പാക്കാൻ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഉണ്ടായിരിക്കും. സ്വകാര്യ ബസ് നികുതി ഇളവ്, സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുന്നതിനായി ത്രൈമാസ നികുതിയിൽ 3 മാസം കൂടുമ്പോഴുള്ള നികുതിയിൽ 50% ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50% ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വകാര്യ ബസ് മേഖലയ്ക്ക്. പിന്നെ നമ്മൾ എല്ലാവരും കേട്ട ഇന്ദിരാ പ്രിയദർശിനി എന്ന് പറയുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അല്ലെ, സൗജന്യ യാത്ര ചില ബസ്സുകളിൽ മാത്രം അല്ലെ. ഇന്ദിരാ ഗ്യാരണ്ടി ഉറപ്പുവരുത്തുന്ന ചില ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് പരിപൂർണമായിട്ട് സൗജന്യ യാത്ര, അതും ഈ സർക്കാരിന്റെ ഒരു ഏറ്റവും വലിയൊരു പദ്ധതി ആയിരുന്നു. അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ, മീൻസ് പുതിയ സർക്കാരിന്റെ 2026 ആദ്യത്തെ ബജറ്റ് ഇങ്ങനെയായിരുന്നു. ഇനിയും ഒരുപാട് ബജറ്റുകൾ നമുക്ക് കാണാനുണ്ട്. ഈ സർക്കാരിന്റെ വരുന്ന പദ്ധതികളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് എവിടെയാണ് കാണുക?
ഈ ബജറ്റ് കാണുന്നത്. നിത്യജീവിതത്തിൽ കാണുന്നതിനൊപ്പം തന്നെ ഈ ബജറ്റ് നമ്മളെ ബാധിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാധിക്കും. ഓരോ പദ്ധതിയും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഓരോ പദ്ധതിയുടെയും എന്താണ് ഉദ്ദേശം, ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ചില പേരുകളിലെ കൃഷി സഖി എന്ന് നമ്മൾ കണ്ടു, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ അത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. മത്സര പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന വലിയൊരു അവസരമാണ്. വരാൻ പോകുന്ന ഒരു LGS പരീക്ഷയുണ്ട് അല്ലെ, 2026 ഒരു LGS പരീക്ഷയുണ്ട്. മീൻസ് 10th പ്രിലിംസ് ഒരു പരീക്ഷയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന 2027 LDC ഏറ്റവും മികച്ച ഒരു പരീക്ഷ, കേരള PSC നടത്തുന്ന ഏറ്റവും മികച്ച ഒരു പരീക്ഷ എന്ന് പറയാം. ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള ഒരു പരീക്ഷ എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷ കൂടിയാണ് LDC എന്ന് പറയുന്നത്. പാവപ്പെട്ടവന്റെ സിവിൽ സർവീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പരീക്ഷ കൂടിയാണ്. സോ ആ ഒരു പരീക്ഷ വരാൻ പോവുകയാണ്. 2027 കൂടിയിട്ട് ആ പരീക്ഷ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോഴേക്കും നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ CCയിൽ ആരംഭിക്കാൻ പോകുന്നത് LDCയുടെ ഒരു പുതിയ ബാച്ചാണ്. വരാൻ പോകുന്ന 2027 LDC ബാച്ചിനെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വരാൻ പോകുന്ന LDC നേടിയെടുക്കണം എന്നൊരു ആഗ്രഹമാണ് ഉള്ളതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ LDC ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് 8590202323 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും മികച്ച ക്ലാസ്സുകളും ഏറ്റവും മികച്ച റിവിഷൻ പ്രോഗ്രാംസും PDF നോട്ടും എക്സാംസുകളും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.